ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബയോളജി ഭാഗത്തെ ശ്വേതരക്താണുക്കളെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയാണിത്. ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം ലൂക്കോസൈറ്റ്. ഇതിന്റെ ആയുർദൈർഘ്യം എന്നത് 10 മുതൽ 15 ദിവസം വരെയാണ്. 1 മില്ലി ലിറ്റർ രക്തത്തിലെ ശ്വേതരക്താണുക്കളുടെ എണ്ണം 5000 മുതൽ 10000 വരെയാണ്. മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശം ഇവയാണ്. പ്രധാനമായും 2 തരത്തിലുള്ള ശ്വേതരക്ത കോശങ്ങൾ ഉണ്ട്. കോശദ്രവ്യത്തിൽ തരികൾ ഉള്ളവ, തരികളില്ലാത്തവ. ആദ്യത്തേതിന് ഉദാഹരണങ്ങളാണ് ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, ബേസോഫിൽ. രണ്ടാമത്തേതിന് ഉദാഹരണങ്ങളാണ് ലിംഫോസൈറ്റ്, മോണോസൈറ്റ് എന്നിവ. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്ന് അറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കളുടെ അളവ് കുറയുന്ന അവസ്ഥയാണ് ലൂക്കോപീനിയ. ഏറ്റവും വലിയ ശ്വേതരക്താണുവാണ് മോണോസൈറ്റ്. ശ്വേതരക്തകോശങ്ങളിൽ ഭൂരിഭാഗവും കാണപ്പെടുന്ന രക്തകോശം ന്യൂട്രോഫിൽ. ശ്വേതരക്തകോശങ്ങളിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന രക്തകോശം ബേസോഫിൽ. ഇനി ശ്വേതരക്താണുക്കളും അവയുടെ പ്രവർത്തനവും ഓരോന്നായി നോക്കാം. ആദ്യത്തേത് ന്യൂട്രോഫിൽ. ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അതുപോലെ ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ നിർമ്മിക്കുന്നു. അടുത്തത് ബാസോഫിൽ. മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു, അതുപോലെ രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ഇനിയുള്ളതാണ് ഈസിനോഫിൽ. ഇവ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നു. അടുത്ത മോണോസൈറ്റ്. ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ലിംഫോസൈറ്റ്. ഇനിയുള്ളത് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു.